ബ്രാൻഡ് പിണറായി എന്നുള്ളത് നിങ്ങളുടെ വിശേഷണമാണ്. അദ്ദേഹം സാധാരണക്കാരനിൽ നിന്ന് വന്ന സാധാരണക്കാരന്റെ വിഷമങ്ങൾ അറിയാവുന്ന ഒരു നേതാവ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എന്ത് പറഞ്ഞതാണെന്ന് നടക്ക് പുറത്ത് അല്ല. അമ്മ ഇതിൽ കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അങ്ങനെ അദ്ദേഹം ഇന്ന് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് മാറി. രാജ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹവും കേരളവും ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന നിലയിലേക്ക് മാറി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു കാര്യം. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ. മറ്റൊന്ന്, പുതിയ കാലഘട്ടത്തിന്റെ നേതാവാണ് അദ്ദേഹം. പുതിയ കാലഘട്ടത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു സൊസൈറ്റി. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? സുതാര്യത, സത്യസന്ധത, വിഷയങ്ങളിലെ വ്യക്തത, ദൃഢത, ഇതെല്ലാം തന്നെ സഖാവ് പിണറായി വിജയനെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു നേതാവായി വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ? ഒരു ഘട്ടത്തിലും അദ്ദേഹം ഭരണ നൈപുണ്യം പ്രകടിപ്പിക്കാതിരുന്നിട്ടില്ല. അത് ഇപ്പോൾ മാത്രമല്ല, കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും പകരം വെക്കാനില്ലാത്ത വിധമുള്ള വളരെ കൃത്യമായൊരു അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇപ്പോൾ നോക്കൂ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ബെഞ്ച് മാർക്കായി അദ്ദേഹത്തിന് മാറാൻ കഴിയുന്നു, ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. സത്യസന്ധമായി ജനങ്ങളോട് ഇടപഴകുക, ആത്മാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഇവിടെയെല്ലാമാണ് സഖാവ് പിണറായിയെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു 17 വയസ്സുകാരനെ മുതൽ ഒരു 70 വയസ്സുകാരനെയോ വയസ്സുകാരിയോ വരെ ഒരുപോലെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇടമായി സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പേര് മാറുന്നു എന്നുള്ളതാണ്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. സത്യസന്ധമായ രാഷ്ട്രീയം, സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവ് സഖാവ് പിണറായി വിജയൻ ജനങ്ങളുടെ പ്രതീക്ഷയായി മാറുന്നു. ഇത് ബോധം വെക്കണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. നട്ടലുറപ്പോടെ കൃത്യതയോടെ നിലപാട് സ്വീകരിക്കുക. നിലപാടും രാഷ്ട്രീയവും കൊണ്ട് ഇടതുപക്ഷത്തിന് സഖാവ് പിണറായിക്ക് എന്താണ് വലതുപക്ഷത്തിനുള്ളത്? കുഞ്ഞിരാമ, ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? ശ്രീ റഹീം ഇവിടെ സംസാരിച്ച ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും ഇന്നും എവിടെയാണ് സാർ നിലപാടുകളിലെ സ്ഥൈര്യം? എവിടെയാണ് നിങ്ങൾ ആ സ്ഥിരത കാണിച്ചിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആരാണ് സാർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്? മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. എന്തിനാണ്? എന്റെ 2 കുട്ടികളെ കൊന്ന ആൾക്കാരോട് കൃത്യമായ രീതിയിൽ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെതിരെ. കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 ചെറുപ്പക്കാരുണ്ടല്ലോ. ആ ചെറുപ്പക്കാർക്ക് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള നീതി നിങ്ങൾ ഏർപ്പെടുത്തിയോ? ഒന്നും പറയണ്ട. ഞാനും ജിമ്മിയും താങ്കളും ഉൾപ്പെടെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണം 1 കോടിയോളം രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത, ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന CBI എൻക്വയറി വേണ്ട എന്ന് പറയുന്നു. എവിടെയാണ് സാർ മാനവികത? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. ഞാൻ പറയൂ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസായിരുന്നു ജിഷ കേസ്. ആ ജിഷ സംഭവത്തിൽ എത്ര ദിവസത്തിനകമാണ് പ്രതികളെ പിടിച്ചു കുറ്റപത്രം കൊടുത്തത്? ആ പ്രതിക്ക് വാളയാർ പറയില്ലേ? അവിടെ ഏതെങ്കിലും ഒരു വിധത്തിൽ ചൈന ഭാഷ പറയുന്നോടാ. എടുക്കുന്ന തീരുമാനത്തിലോ വെക്കുന്ന ചുവടിനോ തെറ്റുണ്ടായാൽ അത് തെറ്റാണെന്ന് ഉറപ്പിച്ചു ജനങ്ങളോട് പറയാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. വാളയാർ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ആ ഒരു അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നഗ്നനായി നിൽക്കുകയാണ്. ആൾക്കാർ ഇവിടെ വിളിച്ചു പറയുക തന്നെ ചെയ്യും. നഗ്നത കാണാനുള്ള കണ്ണും അതിന്റെ ശേഷിയും താങ്കൾക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് സാധാരണ ആ കാഴ്ച ഇല്ലാത്തത്. അതുകൊണ്ടാണ് പ്രയോഗം തന്നെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പുതിയ കാലവും പുതിയ തലമുറയും എന്തുകൊണ്ട് സഖാവ് പിണറായിക്ക് പിന്നിൽ കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, ട്രാൻസ്പെറൻസിയാണ്. ഈ പറയുന്ന പിണറായി ഫാക്ടർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അദ്ദേഹം തന്നെ ഈ അടുത്തിടെ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. എന്തായിരുന്നു സാർ മദ്യനയം? നാണമില്ലാത്ത മനുഷ്യ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. താങ്കളുടെ ഈ 600 700 പോയിന്റുള്ള കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ, അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും. എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. 29 അല്ലേ? UDF ഇവിടെ നിന്ന് പോകുമ്പോ ഇപ്പൊ എത്രയാണ്? കണക്കുണ്ടോ? 600 700? എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത്? തീരുമാനമായല്ലോ.
ഇവിടെ പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും. എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത്? താനൊന്നും നേരെ ആവൂലോ. നോ മോർ ക്ലാരിഫിക്കേഷൻ. ഈ ഹൈടെക് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും. ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു സാർ. തൊടുന്നത് ബിസ്ക്കറ്റ് പോലെ, ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇവിടുത്തെ വികസനം, ബ്രാൻഡ് എന്ന് പറയുന്നത് PR-ന്റെ അടിസ്ഥാനത്തിൽ, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. PR-ന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പണം ഉപയോഗിച്ച് മാധ്യമങ്ങൾ വഴി നിങ്ങൾ തിരുകി കയറ്റുന്നു. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നിരുന്ന സ്പ്രിംഗ്ലർ വിഷയം അവസാനം സ്പ്രിംഗ്ലർ വിഷയത്തിൽ സ്പ്രിംഗ്ലറിന് എന്ത് സംഭവിച്ചു എന്ന് പറയൂ. സ്പ്രിംഗ്ലറിന് എന്ത് സംഭവിച്ചു ചോദ്യമാണ്. ഇടിച്ചിട്ട് മൂക്കാൻ പറ്റും, സത്യം പറയണം. ബേവ്ക്യൂ ആപ്പ് ആരും അറിയാതെ നൈസായി സൈഡിൽ കൂടി വലിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞോട്ടെ, ബ്രൂവറി ലൈസൻസ് കേൾക്കൂ, ബ്രൂവറി ലൈസൻസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനം അവസാനം അത് നിർത്തിവെക്കുന്നു, സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ, ശബരിമല വിഷയം അവസാനം നയം മാറ്റുന്നു. ഏത് വിഷയത്തിലാണ് സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത്? ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ഈ മൊബിലിറ്റി PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, എവിടെയാണ് സാർ നിങ്ങൾ സ്ഥിരത കാട്ടിയത്? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് പലപ്പോഴും നിലപാടുകളിൽ എടുത്തിരിക്കുന്ന യൂട്ടേൺ ആണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ പിണറായി വിജയന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ യൂട്ടേൺ എടുത്തു പോകും. ആ നിലയിലേക്കുള്ള വിശ്വാസയാണ് ഇന്ന് ശ്രീ പിണറായി വിജയൻ എനിക്ക്